VIP ലോഞ്ച്, 500-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, വിശാലമായ ആംഫി തിയേറ്റർ, 200-ലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ, 300-ഓളം സീറ്റുകളുള്ള റോയൽ ഗസിബോ, 7 ലക്ഷറി സ്യൂട്ട് റൂംസും. Contact now for booking. ടി.പി. ഷാജിയുടെ കോൺഗ്രസിലേക്കുള്ള മടക്കത്തെ സ്വാഗതം ചെയ്ത് പട്ടാമ്പിയിലെ UDF നേതൃത്വം. മുന്നണിക്ക് ടി.പി. ഷാജിയുടെ വരവ് വലിയ ഗുണം ചെയ്യുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. ടി.പി. ഷാജിയുടെ കോൺഗ്രസിലേക്കുള്ള മടക്കം വലിയ പ്രതീക്ഷയോടെയാണ് പട്ടാമ്പിയിലെ UDF നേതൃത്വം നോക്കിക്കാണുന്നത്. നഗരസഭയിലെ LDF ഭരണസമിതിയുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞാണ് ടി.പി. ഷാജി മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് KR നാരായണസ്വാമി സൂചിപ്പിച്ചു. ഷാജിയുടെ വരവ് UDFന് വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്നും KR നാരായണസ്വാമി പറഞ്ഞു. CPMന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം 5 കൊല്ലം അവിടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഭരണത്തിലെ പോരായ്മകളാണ് അദ്ദേഹത്തെ തിരിച്ച് UDFിലേക്ക് എത്തിച്ചത്. മഹത്തായ ഒരു പ്രസ്ഥാനമാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹം അടിസ്ഥാനപരമായി കോൺഗ്രസ് ആശയക്കാരനാണ്. ചില പിണക്കങ്ങളുടെ പേരിൽ അദ്ദേഹം മറുവശത്തേക്ക് പോയെങ്കിലും അദ്ദേഹം മാതൃസംഘടനയിലേക്കും അദ്ദേഹത്തിൻ്റെ മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹം വിശ്വസിക്കുന്ന ആശയത്തിലേക്കും അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകരും തിരിച്ചു വന്നിരിക്കുകയാണ്. അത് ഐക്യജനാധിപത്യ മുന്നണിക്ക്, അത് പട്ടാമ്പിയിലെ രാഷ്ട്രീയ പ്രവർത്തനം വലിയ മുൻകൈ നേടിയെടുക്കാൻ സഹായിക്കും എന്ന് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയ്ക്കും ഞാൻ വിലയിരുത്തുന്നത്. ടി.പി. ഷാജിയുടെ കോൺഗ്രസിലേക്കുള്ള മടക്കം UDFന് ഗുണം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് KP വാപ്പുട്ടി പ്രതികരിച്ചു. LDFന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് അദ്ദേഹം നേരത്തെ തന്നെ മാതൃസംഘടനയിലേക്ക് മടങ്ങാതിരിക്കാൻ കാരണമെന്നും KP വാപ്പുട്ടി സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും അത് വളരെ പട്ടാമ്പി നഗരസഭ ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാലത്ത് UDFുമായി സഹകരിച്ചു പോയ ആളാണല്ലോ, കോൺഗ്രസിൻ്റെ നേതാവും കൂടി ആയിരുന്നല്ലോ ടി.പി. ഷാജി. കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ ഒരു സീറ്റുമായി ചർച്ച ചെയ്യലാണല്ലോ അദ്ദേഹം വിട്ടുപോയത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ വരാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയെങ്കിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രയാസം കാരണമാണ് അവൻ തിരിച്ച് വരാതിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവന് വേണ്ടി തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതും CPMന്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് അന്ന് തിരിച്ച് ആ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. തുടർന്ന് അവൻ്റെ കാലാവധി 5 വർഷം പൂർത്തിയായതുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ച് വരാൻ സാധ്യമായത്. അതിന് ലീഗ് മുൻകൈയെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഷാജിക്ക് പെട്ടെന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. കോൺഗ്രസ് ആണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ് പാർട്ടിയിലേക്ക് മടക്കി വരുന്ന എല്ലാവരെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ പ്രതികരിച്ചു. പട്ടാമ്പി നഗരസഭയ്ക്ക് മാത്രമല്ല നിയോജകമണ്ഡലത്തിലും ടി.പി. ഷാജിയുടെ മടങ്ങി വരവ് UDFന് ഗുണം ചെയ്യുമെന്നും ജയശങ്കർ കൊട്ടാരത്തിൽ സൂചിപ്പിച്ചു. ഇത് യൂത്ത് കോൺഗ്രസിന് കൂടി ഇതൊരു മുതൽക്കൂട്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും അതോടൊപ്പം കഴിഞ്ഞ 5 വർഷങ്ങളിൽ V4 എന്ന സംഘടനയോടൊപ്പം നിന്ന എല്ലാവരും കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിനും അതിൻ്റെ പഴയ പ്രവർത്തകരെ തിരികെ പിടിക്കാനും അതുവഴി കോൺഗ്രസിന് ശക്തിപ്പെടുത്താനുമുള്ള ഒരു അവസരമാണ് കൈവന്നിട്ടുള്ളത്. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് 2026 നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഈ നാടിനെ കട്ടുമുടിക്കുന്ന, ഈ നാടിനെ ഒരു കൊള്ളസംഘമായി ഇതിനെ കൊണ്ടു നടക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിനെ താഴെ ഇറക്കി ഈ കേരളത്തെ രക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേ മനസ്സായി ഒരേ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാമെന്ന്